ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് വിത്ത് മീ ആരതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് നമ്മുടെ സിംറ്റംസ് ആയിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും ഉണ്ടായിരുന്ന സിംറ്റംസിനെ പറ്റിയായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു 10 പോയിന്റോളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി ഞാൻ ജെൻഡർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് ചെയ്ത ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ എന്തൊക്കെ സിംറ്റംസ് ആയിരുന്നു എന്നുള്ളത് പോയി കാണുക. ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രണ്ടും ബോയ് ബേബീസ് ആണ്. അപ്പനീസ് കലണ്ടറിൽ നമ്മുടെ ഏജും നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയ മന്തിൻ്റെ ഡേറ്റും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ബോയ് ബേബിനെ കാണിച്ചത്, അത് കറക്റ്റ് ആയിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഗേളിനെ കാണിച്ചത്, പക്ഷെ അത് തെറ്റായിരുന്നു. അപ്പോൾ അതും നമുക്ക് 100% വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഞാൻ ചെയ്ത് നോക്കിയ ഒരു ടെസ്റ്റ് ആയിരുന്നു ബേക്കിംഗ് സോഡ ടെസ്റ്റ്. അത് നമ്മുടെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് പതഞ്ഞൊന്നും പൊങ്ങിയില്ല, വെറുതെ അങ്ങനെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം നമ്മൾ ബോയ് ബേബിയാണ് കൺസീവ് ചെയ്തിരിക്കുന്നതെന്നാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയായിരുന്നു, അതിനർത്ഥം ഗേൾ ബേബി ആയിരുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ ആ ഒരു റിസൾട്ടും തെറ്റായിരുന്നു. അപ്പോൾ അതും നമുക്ക് 100% വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ചെയ്ത് നോക്കിയത് വയലറ്റ് ക്യാബേജിൻ്റെ ടെസ്റ്റ് ആയിരുന്നു. അത് നമ്മൾ ക്യാബേജ് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതും നമ്മുടെ യൂറിനുമായിട്ട് അതും നമ്മുടെ യൂറിനുമായിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് നല്ല നല്ല എന്താ പറയുക, കുറച്ചും കൂടി ആ ക്യാബേജിൻ്റെ തന്നെ നല്ല കടുപ്പത്തിലുള്ള ഒരു കളർ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഗേളും, അല്ലാന്നുണ്ടെങ്കിൽ ബോയ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല കടുപ്പത്തിലുള്ള കളറായിരുന്നു കിട്ടിയത്, പക്ഷേ എൻ്റെ റിസൾട്ട് അതും തെറ്റായിരുന്നു. അപ്പോൾ അതും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കിയിട്ടും നമുക്ക് എന്താ പറയുക, രണ്ട് ഇതും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതും എൻ്റെ കാര്യത്തിൽ 100% തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഒരു റിങ് എടുത്തിട്ട് അത് നൂലിൽ കെട്ടിയിട്ട് അത് നമ്മുടെ വയറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റ് വട്ടത്തിലാണ് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി, നീളത്തിൽ ഇങ്ങനെ കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ബോയ് ബേബിയാണെന്ന് പറയുന്നത് കേൾക്കാം. ഇതെല്ലാം ആക്ച്വലി ഈ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു ക്യൂരിയോസിറ്റി കാരണം ചെയ്തതാണ്. അപ്പോൾ ഇതിനി ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങൾക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ലാതെ ഇത് അതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടിട്ട് 100% ഇത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇരിക്കരുത്. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്ന റിസൾട്ട്. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ആവണം എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിൽ വന്നു കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് പെൺകുട്ടിയായിരിക്കും, കാരണം നമുക്ക് ഇങ്ങനെ വോമിറ്റിങ് വരുന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണ്, കൺഫേം ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ കേസിൽ അത് അങ്ങനെയല്ല. അപ്പം ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ എന്തൊക്കെയോ ഹോർമോണൽ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോ സിംറ്റംസ് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ അത് ജെൻഡറുമായിട്ട് യാതൊരു ഒരു എന്താ പറയുക കണക്ഷനും ഇല്ല. അതുപോലെ തന്നെ സ്കാനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ സ്കാനിങ് ഒന്നും അങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് നല്ല രീതിയിൽ ആ ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്ത് മോൻ്റെ ഓരോ പൊസിഷൻസും, അവൻ കിടക്കുന്നതും, അവൻ കൈ വായിൽ വെച്ച് ചപ്പുന്നതും, അതുപോലെ ഫ്ലൂയിഡ് കുടിക്കുന്നതും തുമ്മുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹാർട്ട് ബീറ്റ് കേൾക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ജെൻഡർ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ കുറേ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കി, പക്ഷേ എനിക്ക് ജെൻഡർ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ലാസ്റ്റത്തെ ഒരു സ്കാനിങ്ങിൽ എൻ്റെ മൂത്ത സോറി അച്ചൂസ് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാന്നുള്ള ഒരു ഇതിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അപ്പോൾ മൂത്ത മോനോട് ഇങ്ങനെ ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്ത് ബേബി വേണം എന്നാണ്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു ഗേൾ ബേബി. പക്ഷേ സത്യത്തിൽ അവന് പ്രഗ്നൻ്റ് ആയ സമയം മുതൽ പറയുന്ന ആൺകുട്ടി വേണം എന്നാണ്. എനിക്ക് ഗേൾ ബേബി വേണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവൻ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ അവനോട് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എല്ലാവരും സെയിം ജെൻഡർ ആണല്ലോ പറയാറ്, നിനക്കൊരു ആൺകുഞ്ഞാവനെ വേണമെന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അന്നേരം കത്തിയില്ല. പക്ഷേ ഡോക്ടർ ഒരു ക്ലൂ തന്നതായിരുന്നു അത് ബോയ് ബേബി ആണെന്നുള്ളത്. പക്ഷെ ഫൈനലി നമുക്ക് എന്തായാലും നമുക്കറിയാൻ അത്രയും 10 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കുഞ്ഞാണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പല ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് സ്കാനിങ്ങിലൊക്കെ അവർ പറയുന്നത് കേൾക്കാം. പക്ഷെ അതുവരെ ചില സിറ്റുവേഷൻസിൽ
തെറ്റായിട്ട് ഉള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഫുൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോസ് കാണലായിരുന്നു എൻ്റെ ഒരു ഹോബി. അപ്പോൾ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മളിങ്ങനെ വീഡിയോസ് കാണും. പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്താ പറയുക, നമ്മളിതൊക്കെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്. അല്ലാതെ അതത്ര സീരിയസ് ആക്കി എടുത്ത് ആരും അത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക പ്രഗ്നൻസി ജേർണി സിംറ്റംസും അതുപോലെ ഇതിൻ്റെ പ്രൊഡിക്ഷനും വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. എല്ലാവരും സേഫായിട്ടിരിക്കുക. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാർ നല്ല റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നല്ല ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുക. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. താങ്ക് യു.